Amster, your best immigration partner. Dream to fly? Step to Amster. IELTS or IELTS, the International English Language Testing System, is an international standardized English proficiency test for non-native English language speakers around the world. IELTS അഥവാ IELTS എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണലി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രൊഫീഷ്യൻസി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ 4 മൊഡ്യൂൾസ് ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. 2 മെയിൻ മൊഡ്യൂൾസ് ആയിട്ടാണ് IELTSൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്: അക്കാഡമിക് IELTS ആൻഡ് ജനറൽ IELTS. Those who prefer to do higher education, the candidates would like to go with academic IELTS, while those who prefer to do work or those who prefer to do secondary level of education would like to prefer the general IELTS. IDP British Council, IELTS Australia, Cambridge Assessment English എന്നീ 4 co-owners ആണ് IELTSനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. IELTS is trusted by around 11,500 organizations in 140 countries around the world. 2 modules ആയിട്ടാണ് IELTSന്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്: അക്കാഡമിക് IELTS ആൻഡ് ജനറൽ IELTS. ഹയർ എഡ്യൂക്കേഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവരും പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവരും അക്കാഡമിക് IELTS ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതേസമയം പുറത്ത് പോയി വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനും ഇനി സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യാനും താല്പര്യപ്പെടുന്ന കാൻഡിഡേറ്റ്സ് ജനറൽ IELTSുമായി മുന്നോട്ട് പോകാവുന്നതാണ്. There are 4 major parts in IELTS: listening, reading, writing and speaking. Out of all these 4, the first 2 modules or the first 2 parts assess the receptive skills of the candidates, whereas the remaining 2 parts, which includes the writing and speaking, assess the productive skills of candidates. Let's discuss each of the modules one by one. So starting with the listening module. Let's have a quick look over the listening module in IELTS. The listening module has been formulated to assess or to determine the listening ability of each candidate in spoken English. It has been subdivided into 4 different sections, and each section comprises of 10 questions, which means you will be attending 40 different questions in your listening test. 4 സെക്ഷൻസ് ആയിട്ടാണ് ലിസണിങ് ടെസ്റ്റിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ സെക്ഷനിലും 10 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ഇൻ ടോട്ടൽ യു വിൽ ബി അറ്റൻഡിങ് 40 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ 40 മാർക്സ്, വിച്ച് മീൻസ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. ദർ ഈസ് നോ നെഗറ്റീവ് സ്കോർസ് ഫോർ എനി റോങ് ആൻസേഴ്സ്. തെറ്റായ ഉത്തരങ്ങൾക്ക് വേറെ മൈനസ് പോയിൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. യു ഹാവ് ടു അറ്റെയിൻ ആൻ ആവറേജ് ഓഫ് 8 ബാൻഡ് ഇൻ ലിസണിങ്, which means you have to score 35 to 36 out of 40. You will only hear to the audio for once. ഒറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് ലിസണിങ്ങിൻ്റെ ഓഡിയോ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. 4 ഡിഫറെൻറ്റ് സെക്ഷൻസിൽ 4 ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് ഓഡിയോ ക്ലിപ്സ് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ യുവർ ഫസ്റ്റ് സെക്ഷൻ യു മേ ലിസൺ either a telephone conversation or a direct conversation between 2 people. 2 വ്യക്തികളുടെ ഇടയിലുള്ള ഒരു ടെലിഫോൺ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾ സെക്ഷൻ 1ൽ കേൾക്കുന്നത്. എന്നാൽ സെക്ഷൻ 2ൽ ഇറ്റ് ക്യാൻ ബി എ മോണോലോഗ്, അതായത് ഇത് ഒരു TV പ്രസൻറ്റർ അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രസൻറ്റർ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരിക്കും നിങ്ങൾ സെക്ഷൻ 2ൽ കേൾക്കുന്നത്. whereas in section 3 you may happen to hear an academic conversation between 2 or 3 students. 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ സ്റ്റുഡൻസിനിടയിലുള്ള ഒരു അക്കാഡമിക് കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾ സെക്ഷൻ 3ൽ കേൾക്കുന്നത്. ആൻഡ് ഇൻ സെക്ഷൻ 4 യു മേ അഗെയിൻ ലിസൺ ടു എ മോണോലോഗ്. ഒരു മോണോലോഗ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരിക്കും നിങ്ങൾ അഗെയിൻ സെക്ഷൻ 4ൽ കേൾക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എ ലെക്ചർ ഓർ എ സ്പീച്ച്. There is no certain difference in terms of listening for academic IELTS and general IELTS. Academic ആയാലും general ആയാലും listening എന്ന മൊഡ്യൂളിൽ യാതൊരു ഡിഫറൻസും വരുന്നില്ല. Which means if you want to attain the 8 band in listening, you must have to score 35 to 36 out of 40. നിങ്ങൾക്ക് 8 band listeningൽ സ്കോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ you must have to score 35 to 36. Listening എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ, when you will be attending your listening test, you are basically multitasking, which means at a time you are listening to the audio, you are reading the question, you are trying to understand the audio, and you are trying to trace the correct answer at the same time. And it becomes really very difficult for you to note down all the answers directly on the answer sheet.
Hence, to make your process even more simpler, the IELTS has been recommended to note down all the answers which you find correct to the question booklet itself. Later, you will have 10 minutes time with you which you can utilize to transfer down all the answers that you have roughly noted on your question booklet to the answer sheet. Listening എന്ന ടാസ്കിൽ ഒരേ സമയം പല കാര്യങ്ങളാണ് കാൻഡിഡേറ്റ്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിൽ ലിസണിങ് ഓഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു ആൻഡ് ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനെ ആൻസർ ഷീറ്റിലേക്ക് നോട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് IELTS റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളോട് ആൻസേഴ്സ് എല്ലാം തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ആദ്യം റഫ്ലി നോട്ട് ചെയ്യാനും പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന 10 മിനിറ്റ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലേക്ക് റഫ്ലി നോട്ട് ചെയ്തേക്കുന്ന ആൻസേഴ്സ് എല്ലാം കോപ്പി ചെയ്യാനുമാണ്. സോ വിച്ച് മീൻസ് ഈ ഒരു ടെസ്റ്റിൽ മാത്രം ആഫ്റ്റർ നമ്മുടെ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് 10 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം ലഭിക്കുന്നതാണ്. In case of computer delivered test, you will be getting only 2 to 4 minutes to check all the answers that you have already noted. Computer delivered test ആണെങ്കിൽ 10 minutes 2 to 4 minutes ആയി റെഡ്യൂസ് ആകും. കാരണം ആ സമയത്ത് നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആൻസേഴ്സിനെയൊക്കെ റീചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ലിമിറ്റഡ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നത്. Now, I am going to give you some tips and tricks in order to improve your listening score. If you really want to improve your listening score, you must have a good listening ability. Now, what's listening ability? It is the ability to receive and to understand the communication process efficiently. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവുക. ആൻഡ് ടു ഇംപ്രൂവ് ദിസ്, you can watch some English movies, you can listen to some English music, or you can watch some English news or any other programs which you like to watch in English. There are 3 different key factors which a student must possess while performing the listening module. Not only for the listening module, but it is applicable in all the 4 modules of IELTS. The first and the most important thing is that a student must have a good level of concentration. And secondly, he or she must have a good level of patience too. And finally, intense practice is required in order to attain good score in any of the 4 modules in IELTS. Although you may listen to a varieties of English accents in your listening test, it is not required that you must have to give a special consideration in each of the accents you may listen. ഒരു കേൾക്കുന്ന എല്ലാ ആക്സെൻറ്റിനും പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് വേണം എന്നുള്ളത് നിർബന്ധമല്ല. Because all the accents may sound different, but they are similar to each other. എല്ലാം സിമിലർ ആണ്, പരസ്പരം ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടൊരു പ്രാക്ടീസിൻ്റെ ആവശ്യം അതിനായിട്ട് വേണ്ടി വരില്ല. Finally, the most important thing which a student must consider is to focus on their mistakes. ഒരു ലിസണിങ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ലിസണിങ് ടെസ്റ്റ് ചെയ്ത് നോക്കി, അതിൽ 5 to 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇൻകറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഇഫ് യു ആർ നോട്ട് റീട്രൈയിങ് ഓർ ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ വൺസ് അഗെയിൻ, ഇറ്റ് വിൽ ഹാപ്പൻ ദാറ്റ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും, ബട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓരോ തവണയും നിങ്ങൾ ലിസണിങ് ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ അതെവിടെയാണ്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് നിങ്ങൾ റീഅസസ് ചെയ്യേണ്ടത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. PR പ്രോസസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലിസണിങ്ങിൻ്റെ സ്കോർ. ഏറ്റവും കൂടുതൽ സ്കോർ വേണ്ട ഒരു മൊഡ്യൂൾ കൂടിയാണ് ലിസണിങ്. ഔട്ട് ഓഫ് 8777, 8 എന്ന ബാൻഡ് സ്കോർ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് ലിസണിങ്ങിലാണ്. അത്രയധികം എഫേർട്ടും അത്രയധികം ഇമ്പോർട്ടൻസും നമ്മൾ കൊടുക്കേണ്ട ഒരു മൊഡ്യൂൾ കൂടിയാണിത്. തമ്മിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും പ്രാക്ടീസിലൂടെ വളരെ ഈസിലി കംപ്ലീറ്റ് ബാൻഡ് സ്കോറും എടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ കൂടിയാണ് ലിസണിങ്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലിസണിങ്ങിൽ നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് അപ്രോച്ച് ആൻഡ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പ്രാക്ടീസും റിക്വയർഡ് ആണ്. പലപ്പോഴും പല സ്റ്റുഡൻസും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഓരോ ക്വസ്റ്റ്യനും ഒരേപോലത്തെ എഫേർട്ട് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു മിസ്റ്റേക്കാണ് മിക്കപ്പോഴും നമ്മൾക്ക് സ്കോർ കുറയാനും സാധ്യത.
എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്കാണെങ്കിൽ പോലും ചിലതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിൽ ലിസണിങ്ങിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ലോങ് ആൻസർ ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് വൺ മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി മറ്റ് ക്വസ്റ്റ്യൻസിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അല്പം കൂടുതലായിരിക്കണം. ഇതിൽ പ്രാക്ടീസും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആണെങ്കിലും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല സ്കോർ എടുക്കാൻ സാധിക്കുകയുള്ളൂ. So this is all about the listening module in brief. Amster, your best immigration partner. Dream to fly? Step to Amster.